അസ്സലാമു അലൈക്കും. നമസ്കാരം. ഞാനിപ്പോൾ ഇന്ന് സൗദിയിലെ പ്രവാസികളോട് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കേട്ടോ. സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. കമ്പനി ജോലി ചെയ്യുന്നവരുണ്ട്. മോസസ ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ട്. നാട്ടിൽ നിന്ന് നിങ്ങൾ എഗ്രിമെൻ്റ് വിസയ്ക്ക് വരുന്നവരാണ് എനിക്ക് പറയേണ്ടത്. നാട്ടിൽ നിന്ന് നിങ്ങൾ എഗ്രിമെൻ്റ് വിസയ്ക്ക് വരുന്നവർ ഇവിടെ എത്തിയതിന് ശേഷം നിങ്ങളെ കമ്പനിയാണെങ്കിൽ കമ്പനി അല്ലെങ്കിൽ ട്രേഡിംഗ് മോസസിലുള്ള ഒരാൾക്കാണെങ്കിൽ നിങ്ങളോട് കമ്പനി ഒക്കെ ആണെങ്കിൽ നിങ്ങളോട് സൈൻ ചെയ്യിപ്പിക്കും. പേപ്പറിൽ സൈൻ ചെയ്യിപ്പിക്കും. ഈ സൈൻ ചെയ്യിപ്പിക്കുന്ന അവസരത്തിൽ നിങ്ങൾ നോക്കണം എന്താണ് സൈൻ ചെയ്യിപ്പിക്കുന്നത്. നിങ്ങൾ വെറുതെ അങ്ങനെ സൈൻ ചെയ്തൊക്കെ വന്നിട്ട് അത് ഒപ്പിട്ട് കൊടുക്കാൻ നിൽക്കണ്ട. എന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് വായിച്ചു നോക്കുക. ഏത് ഭാഷയിലേക്ക് അവർ അറബിയിലേക്ക് എഴുതുക, ചിലപ്പോൾ ഇംഗ്ലീഷിലേക്ക്, അതൊക്കെ നിങ്ങൾ അറിയുന്ന ഭാഷയിലേക്ക് ഏത് ഭാഷയിലേക്കും ട്രാൻസ്ലേഷൻ ആക്കാനുള്ള സൗകര്യമുണ്ട്. ഗൂഗിൾ വഴി നോക്കാം. എന്നിട്ട് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ സൈൻ ചെയ്യാൻ പാടുള്ളൂ. കുറേ ആളുകൾ അങ്ങനെ കുടുങ്ങിയ ആൾക്കാരുണ്ട്. ഇവിടെ നിന്ന് സൈൻ ചെയ്യാൻ പറഞ്ഞ് സൈൻ ചെയ്തു, 20,000 കൊടുക്കാനുള്ളവരുണ്ട്, 25,000 കൊടുക്കാനുണ്ട്. അങ്ങനെ പലത് കേസാക്കിയവരൊക്കെ ഉണ്ട്. അവസാനം ഇവിടുന്ന് അവർ വേറെ ട്രാൻസ്ഫറായി എക്സ്പയറായി വല്ലതിലേക്കും ട്രാൻസ്ഫറായി പോവുകയൊക്കെ ചെയ്യുമ്പോൾ ആ കേസ് അവിടെ ഒരു കേസാക്കും. അപ്പോൾ കേസ് അവിടെ കിടക്കും. അപ്പോൾ നിങ്ങൾ സൈൻ ചെയ്യുമ്പോൾ നല്ല നോക്കുക എന്താണ് അവർ സൈൻ ചെയ്യാൻ പറയുന്നത്, അത് നോക്കുക. ചിലപ്പോൾ എന്ത് ചെയ്യും, ശമ്പളം കൊടുത്തായിട്ടുള്ളതായിരിക്കും സൈൻ ചെയ്യുന്നത്. കുഴപ്പമില്ല, ശമ്പളം കിട്ടിയതാണെങ്കിൽ ശമ്പളം ചെയ്തായിട്ട് സൈൻ ചെയ്യാം. നിങ്ങൾ എന്തായാലും അത് വായിച്ച് നോക്കുക, എന്താണ് എഴുതുന്നത്, എന്താണ് സൈൻ ചെയ്യിക്കുന്നത് നോക്കുക. ഗൂഗിളിൽ ഏത് ഭാഷയിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. എന്നിട്ട് അതിനുശേഷം മാത്രമേ നിങ്ങൾ സൈൻ ചെയ്യാൻ പാടുള്ളൂ. പ്രത്യേകം ഓർമ്മിക്കുന്നത് ഒരുപാട് ആൾക്കാർ കുടുങ്ങിയവരുണ്ട്, മറക്കണ്ട. എന്ത് സംശയം കൊടുക്കാം. അസ്സലാമു അലൈക്കും.